രുമായൊരു ഏകോപന സംഭവമാണ്. എല്ലാ നിലയിലും അർഹതയുള്ളവർ, ശാരീരികമായി, മാനസികമായി, ബുദ്ധിപരമായി, ആധ്യാത്മികമായി, ഇങ്ങനെ എല്ലാ സ്വഭാവങ്ങളിലും. അന്തസ്സിൽ, ധനത്തിൽ, ശക്തിയിൽ, കുടുംബശ്രേഷ്ഠതയിൽ, വംശപരിശുദ്ധിയിൽ, മതബോധത്തിൽ, എല്ലാറ്റിലും അനുരൂപം. ഇതെല്ലാവർക്കും സംഭവിക്കുന്നതല്ല. അതുകൊണ്ട് അല്പം പോലും കുറവില്ലാത്ത പുത്രിമാർക്ക് സുഖമുണ്ടാകും. കാലം കഴിയുന്തോറും അവർക്ക് കൂടുതൽ കൂടുതൽ ആനന്ദം വർദ്ധിക്കും. വൈവാഹികാഘോഷത്തിന്റെ ഗാംഭീര്യം അവർ ഓർത്തു. ജനകന്റെ ശുദ്ധമായ മനസ്സിനെ ശാന്തമാക്കി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിലും അദ്ദേഹത്തിന് സമചിത്തതയും മനഃശാന്തിയും കൈവരുത്തുന്നതിലും സ്വയമേർപ്പെട്ടു. 8. മറ്റൊരു വെല്ലുവിളി. ദുർനിമിത്തങ്ങൾ. പുത്രന്മാർ, പുത്രവധുക്കൾ, മഹർഷിമാർ, പണ്ഡിതന്മാർ, ഗജരഥതുരകപദങ്ങളടങ്ങിയ സൈന്യം, സാമ്രാജ്യത്തിലെ പൗരന്മാർ എന്നിവരുമൊന്നിച്ച് ദശരഥൻ അയോധ്യയിലേക്ക് പോകുകയായിരുന്നു. പെട്ടെന്ന് അവർ ചില ദുശ്ശകുനങ്ങൾ കണ്ടു. എന്തോ ഗൗരവമായത് സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ ദശരഥനുണ്ടായി. ചക്രവർത്തി വസിഷ്ഠനോടന്വേഷിച്ചു, ഗുരോ, ഇതെന്തൊരാശ്ചര്യം! കാളമേഘങ്ങൾക്ക് കട്ടികൂടുന്നു. അവ അലറുന്നു. മൃഗങ്ങളെല്ലാം വൃത്തകൃതിയിൽ നമ്മെ ചുഴ്ന്നു നടക്കുന്നു. അവ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതല്ലേ? എന്തായിരിക്കാം ഇതിനൊക്കെ കാരണം? ഇതെന്ത് സൂചിപ്പിക്കുകയാണ്? ഈ ശകുനങ്ങളെ സംബന്ധിച്ച് എനിക്ക് ആശങ്കയുണ്ട്. വസിഷ്ഠൻ ഉടനെ ദിവ്യദൃഷ്ടികൊണ്ട് കാര്യം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, രാജാവേ, ഭയാനകമായ ചില സംഭവങ്ങൾ നമ്മെ സമീപിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണിവ. മേഘങ്ങൾ ഭീകരമായി ഗർജിക്കുന്നു. പക്ഷേ ഭൂമിയിലെ മൃഗങ്ങൾ നമ്മുടെ രഥങ്ങൾക്കു ചുറ്റുമാണ് സഞ്ചരിക്കുന്നത്. അതിൽ നിന്നും ഇത്രയും മനസ്സിലാക്കാം: ഭീഷണിപ്പെടുത്തുന്ന ആപത്തിനെ തടുക്കാൻ കഴിയും. അതുകൊണ്ട് താങ്കൾക്ക് ഉത്കണ്ഠയും വേണ്ട. വസിഷ്ഠൻ ദശരഥനിൽ വിശ്വാസവും ഉറപ്പും പകർന്നു. The following is the text transcribed from the image named imagelink.png. പൊടുന്നനെ കാറ്റ് അതിഭീഷണമായ ചുഴലിയായി മാറി. അവർ നോക്കിക്കൊണ്ടിരിക്കെ വൻമരങ്ങൾ കടപുഴകി ശബ്ദത്തിൽ നിലംപതിച്ചു. പർവ്വതശൃംഗങ്ങൾ പോലും ഒന്നിനുമീതെ മറ്റൊന്നായി ഉരുണ്ടു. ഭൂമി പിളർന്ന് കഷ്ണങ്ങളാവുകയാണോ എന്നു തോന്നുമാർ ഇടിവെട്ട് അന്തരീക്ഷത്തെ പിളർന്നു. ഒരു രഥത്തിലുള്ളവർക്കു മുമ്പിലോ പിമ്പിലോ ഉളളരഥം കാണാൻ കഴിഞ്ഞില്ല. അത്രയും കട്ടിയായി അന്ധകാരം വ്യാപിച്ചിരുന്നു. ആനകളും കുതിരകളും അതിസന്ത്രമത്താൽ നിയന്ത്രണം വിട്ട് ഓടാൻ തുടങ്ങി. കാലാൾ പടയാളികൾ ബോധം കെട്ടുവീണു. മറ്റുള്ളവർ ഭയം കൊണ്ട് സ്തബ്ധരായി. ഭാർഗവ, രാമകോപം. ആ വലിയ ആൾക്കൂട്ടത്തിൽ വസിഷ്ഠനും ദശരഥനും അദ്ദേഹത്തിന്റെ 4 മക്കളും മാത്രമേ ഭയരഹിതരായുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ വീര്യവും ചേതനയും കുറേയൊക്കെ ചോർന്നുപോയിരുന്നു. ആകാശവും അന്ധകാരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇടയ്ക്കുള്ള മിന്നൽപ്പിണറുകളുടെ കണ്ണ് നിമിപ്പിക്കുന്ന ജലനങ്ങൾ അന്ധകാരത്തെ കൂടുതൽ സാന്ദ്രമാക്കുകയേ ചെയ്തിട്ടുള്ളൂ. അവർ ആ രൂപം കണ്ടു. കൊടുംഭീതി ജനിപ്പിക്കുന്ന അതിരുക്ഷദൃഷ്ടിയോടുകൂടിയ നിഷ്ഠൂര പ്രകൃതിയായൊരുഗ്രസ്വരൂപൻ അവരുടെ മുൻപിൽ. ഇടതുർന്നു വളർന്ന ജടാമകുടം അദ്ദേഹത്തിന്റെ ശിരസിൽ. ചുമലിൽ ഇരുഭാഗവും മൂർച്ചയുള്ള അതിഭീകരമായൊരു പരശു തൂക്കിയിരുന്നു. മിന്നൽപ്പിണറുകൾ പോലെ പ്രകാശിക്കുന്ന അസ്ത്രങ്ങളുള്ള ആവനാഴി മറ്റേ ചുമലിൽ. ത്രിപുരസംഹാരത്തിനു പോകുന്ന ത്രിനേത്രനായ മഹാദേവനെപ്പോലെയാണ് അദ്ദേഹം കാണപ്പെട്ടത്. അദ്ദേഹത്തെ തെളിഞ്ഞുകണ്ടുടനെ അതു പരശുരാമനാണെന്ന് വസിഷ്ഠൻ തിരിച്ചറിഞ്ഞു. ക്ഷത്രിയ വംശധ്വംസനത്തിനായുള്ള ആ മഹാപ്രസ്ഥാനത്തിൽ അവരെയൊക്കെ സംഹരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ക്രോധം വളരെ മുമ്പേ കെട്ടടങ്ങിയിരുന്നുവെങ്കിലും ഇപ്പോൾ അദ്ദേഹം രോഷം കൊണ്ട് അതിരുക്ഷരൂപനായി കാണപ്പെട്ടതിനു കാരണമെന്തെന്ന് വസിഷ്ഠൻ അത്ഭുതപ്പെട്ടു. കെട്ടടങ്ങിയ കനലിൽ നിന്നും വീണ്ടും അഗ്നിജാല ഉയർന്ന കാരണമറിയാൻ അദ്ദേഹം ശ്രമിച്ചു. കൈകാലുകൾ കഴുകാൻ ക്ഷണിക്കുക, കാൽ കഴുകാൻ അനുവദിക്കുക തുടങ്ങിയ സ്വാഗതത്തിന്റെ പരമ്പരാഗതമായ സമ്പ്രദായത്തോടുകൂടി വസിഷ്ഠൻ തന്നെ പരശുരാമന്റെ സമീപത്തേക്ക് നീങ്ങി. ഈ സൗഹൃദത്തിന്റെയും ഹൃദയംഗമമായ സ്വാഗതത്തിന്റെയും അടയാളങ്ങൾ അദ്ദേഹം സ്വീകരിച്ചെങ്കിലും കത്തിജ്വലിക്കുന്ന കനലുകൾ പോലുള്ള ദൃഷ്ടികൾ കൊണ്ട് രാമനെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. രാമനിൽ നിന്നും ഇതിനുണ്ടായ പ്രതികരണം ഒരു മന്ദസ്മിതമായിരുന്നു. പക്ഷെ അത് പരശുരാമന്റെ ക്രോധത്തിന് ശക്തി കൂട്ടുകയേ ചെയ്തുള്ളൂ. അദ്ദേഹം ഇങ്ങനെ പുലമ്പി, ഹേ ദശരഥപുത്ര, ആയിരക്കണക്കിന് നാവുകൾ നിന്റെ അത്ഭുതകരമായ വീരകൃത്യങ്ങളെ പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ബാലലീലയെന്ന നിലയിൽ നീ ശിവജാപം ഖണ്ഡിച്ചതെന്നെയെന്നും എനിക്കറിയാം. പക്ഷേ അതൊക്കെ കേട്ടുകേൾവി മാത്രമാണ്. ഞാൻ നേരിട്ട് കണ്ടതല്ല. നിന്റെ പരാക്രമം നേരിട്ട് പരിശോധിക്കുന്നതിനായി ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഒരു വില്ല് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്റെ അഭിവന്ദ്യനായ പിതാവിന്റേതാണ്, ജമദഗ്നിയുടേത്.
അതിന് ഞാൻ കെട്ടി ഒരു മുന തൊടുത്തുകൊണ്ട് നിന്റെ ശക്തി എന്നെ കാണിക്കൂ, അല്ലെങ്കിൽ വരൂ, യുദ്ധത്തിലേർപ്പെടൂ. ഉത്കടമായ ക്രോധത്തോടെ പരശുരാമൻ രാമനെ വെല്ലുവിളിച്ചു. ഈ ക്രോധപ്രകടനങ്ങളൊന്നും രാമനെ തെല്ലും ബാധിച്ചില്ല. അദ്ദേഹം ശാന്തനായി മന്ദഹസിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം ചോദിച്ചു, അല്ലയോ ഭാർഗവരാമ, അങ്ങേക്ക് ക്ഷത്രിയന്മാരോടുണ്ടായിരുന്ന പ്രതികാര മനോഭാവം വളരെ മുമ്പേ ഇല്ലാതായി കഴിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ പ്രതികാരമെന്തിന്? എന്തിനീ അധപ്പതനം? എന്തിനീ അനായായ? ആ ഘട്ടത്തിൽ ദശരഥൻ താഴ്വഴങ്ങി ദീനമായി പരശുരാമനോടപേക്ഷിച്ചു, ഭാർഗവ, അങ്ങ് ബ്രാഹ്മണനാണ്. അങ്ങ് ഏറ്റവും പ്രശസ്തിയാർജിച്ചിട്ടുണ്ട്. എന്റെ പുത്രന്മാർ ബാലന്മാരാണ്. ഒരു കാരണവുമില്ലാതെ അവരുടെ നേരെ പ്രതികാര മനോഭാവം എന്തിനാണ്? അങ്ങയുടെ വംശത്തിന് ഒരിക്കലും ഇത് യോജിച്ചതല്ല. അങ്ങയുടെ പൂർവ്വപിതാക്കന്മാർ അവിരാമമായി വേദാധ്യയനം ചെയ്തവരാണ്. കർമ്മങ്ങളും ശിഷ്ടാചാരങ്ങളും എത്രയോ ശ്രദ്ധയോടുകൂടി നടത്തിയിട്ടുള്ളവരാണ്. അങ്ങ് തന്നെ ചാന്ദ്രായണം ആരംഭിച്ച ഘട്ടത്തിൽ ഇനിയൊരു ആയുധവും ഞാൻ പ്രയോഗിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടില്ലേ? അങ്ങയുടെ അഭിലാഷങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നുവെന്നും അങ്ങ് പറയുകയുണ്ടായി. ആക്രമിച്ചു പിടിച്ച എല്ലാ രാജ്യങ്ങളും അങ്ങ് കാശ്യപന് ദാനം ചെയ്തു. ഇനി ആയുഷ്കാലം മുഴുവനും ധാർമ്മിക കർമ്മങ്ങൾ ചെയ്യുന്നതിനും സമചിത്തത സമ്പാദിക്കുന്നതിനും വിനിയോഗിക്കുന്നതാണെന്നും അങ്ങ് തീരുമാനിച്ചതല്ലേ? ഈ പ്രഖ്യാപനങ്ങൾ അങ്ങ് നടത്തിയത് ദേവേന്ദ്രനെ സാക്ഷി നിർത്തിയാണ്. അങ്ങ് മഹേന്ദ്രപർവ്വതത്തിൽ വളരെക്കാലമായി തപസ്സിലേർപ്പെട്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോഴിതാ പ്രഖ്യാപിതോദ്ദേശ്യങ്ങൾക്കെതിരായി അങ്ങെന്റെ വംശത്തെയും കുടുംബത്തെയും നശിപ്പിക്കുവാൻ ഭാവിക്കുന്നു. വാഗ്ദത്തത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ഭയങ്കര പാപമല്ലേ? ഈ വാഗ്ദത്തലംഘനത്തിനു ശേഷം ചെയ്യുന്ന തപസ്സിന്റെയും വൈരാഗ്യത്തിന്റെയും പ്രയോജനമെന്താണ്? സത്യത്തേക്കാൾ വലിയ ദൈവമില്ല. അങ്ങ് രാമനെ മാത്രമാണ് വെല്ലുവിളിക്കുന്നത്. അവനോട് മാത്രമേ യുദ്ധം ചെയ്യുകയുള്ളൂ എന്നും അങ്ങ് പറയുകയായിരിക്കും. എന്റെ പുത്രന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുടുംബം മുഴുവൻ ദാരുണമായ ആപത്തിലകപ്പെടും. ആപത്ത് അവനെ അപകടപ്പെടുത്തുന്ന നിമിഷം ഞങ്ങളുടെ ജീവൻ അവസാനിക്കും. അങ്ങയെപ്പോലുള്ള ഒരു ബ്രാഹ്മണൻ ജീവൻ നശിച്ചുപോകുന്നതിന് ഉത്തരവാദിയാകാൻ പാടില്ലാത്തതാണ്. അത് ബ്രാഹ്മണ്യത്തിന് നേരെ കാണിക്കുന്ന നിന്ദ മാത്രമല്ല, ഘോരമായ പാപവുമാണ്. പരശുരാമൻ ദശരഥന്റെ വാക്കുകളെ ഗൗനിച്ചതേയില്ല. അവ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. അദ്ദേഹം രാമനെത്തന്നെ നോക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഒടിച്ച വില്ലും ഈ വില്ലും സ്വർഗ്ഗത്തിൽ നിന്നും വന്നവയാണ്. വിശ്വകർമാവെന്ന ദിവ്യശില്പി നിർമ്മിച്ചതാണ് രണ്ടും. ഒന്ന് ത്രിപുരന്മാരെ സംഹരിക്കുന്നതിനായി ശിവൻ കൊടുത്തു. മറ്റേത് മഹാവിഷ്ണുവിനെയും ഏൽപ്പിച്ചു. അസുരന്മാരെ നശിപ്പിച്ചതുകൂടി ശിവൻ അത് യുദ്ധത്തിനുപയോഗിച്ച അസ്ത്രങ്ങളോടൊപ്പം ദേവതല ചക്രവർത്തിക്കും അയച്ചുകൊടുത്തു. അത് എന്തിനുവേണ്ടി കൊടുത്തുവോ ആ ഉദ്ദേശം നിർവഹിക്കപ്പെട്ടതുകൂടി ഒരുപക്ഷെ അത് ദുർബലവും ക്ഷണം പൊട്ടിപ്പോകുന്നതുമായി പോയിരിക്കാം. അത്തരമൊരു വില്ലൊടിച്ചു എന്നത് ശക്തിയുടെയോ വീര്യത്തിന്റെയോ തെളിവാകുന്നില്ല. ഈ വില്ലിന് ഇനിയും പ്രവർത്തിക്കുവാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഇതിന്റെ വീര്യവും ചൈതന്യവും ഇനിയും നിലനിൽക്കും. അമിതമായ കുലയ്ക്കുക, അതാണ് നിന്റെ ശക്തിയും വീര്യവും തെളിയിക്കാനുള്ള മാർഗം. ശിവധനുസ് ഭഞ്ജിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ഞെളിയേണ്ട. ഇത് കുലയറ്റ വീരന്മാരുടെ ചരിത്രത്തിൽ നിന്റെ പേരും രേഖപ്പെടുത്തും. ഇത് വൈഷ്ണവജാപമാണെന്ന വാക്കുകള് നീ സംശയിക്കേണ്ട. അദ്ദേഹം തുടർന്നു, ലക്ഷ്മണർഷിയുടെ അധീനതയില് വിഷ്ണുത തന്നെയാണ് ഈ വില്ലുവെച്ചത്. മഹർഷി അത് മകനായ ജമദഗ്നിക്ക് കൊടുത്തു. ജമദഗ്നി എന്റെ പിതാവാണ്. അദ്ദേഹം തപസ് ചെയ്ത് ഏറ്റവും ഗുണോത്കർഷം നേടിയാളാണ്. ഒരു വിദ്വേഷവും പ്രതികാരവാഞ്ചയും ഉള്ളിലില്ലാത്ത വിധം അത്ര പവിത്രഹൃദയനായിരുന്നു അദ്ദേഹം. ആയുധപ്രയോഗം ഉപേക്ഷിച്ചിരുന്നതുമായിരുന്നു. എന്നിട്ടും മഹാദുഷ്ടനായിരുന്ന കാർത്തവീര്യാർജുനന് അദ്ദേഹത്തെ വധിച്ചു. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം അത്ര ക്രൂരതയുടെ പാപകർമ്മമായിരുന്നു അത്. ഒരാളും ഇത്രയും ഭീഭത്സമായ രീതിയിൽ കൊല നടത്തിയിട്ടില്ലായിരുന്നു. ഞാൻ കരുണ കാണിക്കരുതെന്ന് തീരുമാനിച്ചു. അവനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ആ രാക്ഷസനെ മാത്രമല്ല, അധർമ്മികളായ രാജകുമാരന്മാരെയെല്ലാം കൊന്നൊടുക്കുമെന്ന് ഞാൻ ശപഥം ചെയ്തു. ആ ദിവസം മുതൽ ഞാനവരെ വെട്ടിനുറുക്കുകയായിരുന്നു. ക്ഷത്രിയരുടെ തലകൊണ്ട് പന്താടുകയും ചെയ്തു. ആ സംഹാരപ്രവർത്തനങ്ങളിലെല്ലാം ഈ വില്ല് എന്നോടൊന്നിച്ചുണ്ടായിരുന്നു. ഞാൻ അനേകം ദുഷ്ടരാജാക്കന്മാരെ വധിച്ചിട്ടുണ്ട്. മുഴുവന് ലോകത്തെയും എന്റെ വരുതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനോടുകൂടി എന്റെ പിതാവിനെ കൊന്നവരുടെ നേരെ എനിക്കുണ്ടായിരുന്ന ക്രോധം കുറേയൊക്കെ തണുത്തു. ഞാന് എന്റെ മാരകമായ പ്രതികാരം നിർത്തി. അതിനുശേഷം ഒരു വൈദിക യജ്ഞം ആരംഭിച്ചു. സത്കർമ്മനിരതനായ മഹാനായ കാശ്യപ മഹർഷിയെ ആ യജ്ഞത്തിനു ക്ഷണിച്ചു. യജ്ഞത്തിന്റെ മേൽനോട്ടം വഹിച്ചതിന് ദക്ഷിണയായി ഞാൻ കീഴടക്കിയ ഭൂമി മുഴുവന് അദ്ദേഹത്തിന് ദാനം ചെയ്തു. അതില് പിന്നെ മനസ്സ് ശാന്തിയില് നിമഗ്നമായും ബുദ്ധി ആധ്യാത്മിക ജ്യോതിസില് പ്രകാശിച്ചുകൊണ്ടുള്ള നിലയില് മഹേന്ദ്രപർവ്വതത്തിന്റെ കൊടുമുടിയില് കാലം കഴിക്കുകയാണ്.
പ്രതികാരത്തിന്റെയും വിദ്വേഷത്തിന്റെയും മാർഗം ഉപേക്ഷിച്ച് ഞാന് എന്തിന് ഈ ആയുധം വീണ്ടും എടുക്കുകയും ഉയർത്തുകയും ചെയ്യുന്നുവെന്ന് നിന്റെ പിതാവ് ഇപ്പോൾ ചോദിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുക്കാം. രാമ, ഈ 2 വില്ലുകള് സ്വർഗ്ഗത്തില് നിർമ്മിക്കപ്പെട്ടതാണ്. അവ ഭൂമിയിലേക്ക് വന്നു. അവയില് ശിവധനുസ് നീ കുലച്ചൊടിച്ചിരിക്കുന്നു. മറ്റേ വില്ല് എന്റെ വശത്ത് കേടൊന്നും പറ്റാതെ ബാക്കിയുണ്ട്. ഇതും കൂടി ഭഞ്ജിക്കപ്പെട്ടാല് എന്റെ കയ്യിലിത് ഇനി വേണ്ടതില്ല. കാരണം എന്റെ ജോലി തീർന്നിരിക്കുന്നു. എന്റെ ത്യാഗം പരിപൂർണമാകും. അതുകൊണ്ട് ഇതുകൂടി ഖണ്ഡിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിന്റെ കൈയിലിരിക്കട്ടെ. ഞാൻ ഈ പൂർത്തീകരണത്തിന് കാത്തിരിക്കുകയായിരുന്നു. അതിനുള്ള സമയം സമാഗതമായിരിക്കുന്നു. ഈ അവസരം ഞാൻ പ്രയോജനപ്പെടുത്താൻ ഉറച്ചിരിക്കുകയാണ്. ഒരുപക്ഷേ നീ സംശയിക്കാം, യുദ്ധമാണോ അത് പ്രയോജനപ്പെടുത്താനുള്ള മാർഗമെന്ന്. എന്നാൽ യുദ്ധത്തിന്റെ പ്രാധാന്യം കണക്കിലെടുക്കുക. അത് ലോകത്തിന്റെ പുരോഗതിക്കും ക്ഷേമത്തിനും വേണ്ടിയായിരിക്കാം. അധാർമികരെ അമർത്തുന്നതിനും ധാർമ്മികരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് സഹായിച്ചേക്കാം. ഉപരിതല വീക്ഷണഗതിയിൽ പരിശോധിച്ചിട്ട് യുദ്ധം ആഗ്രഹിക്കത്തതല്ല എന്ന് അഭിപ്രായപ്പെടാൻ നിനക്ക് നിവൃത്തിയില്ല. ആവശ്യമത്തെ വിശകലനം ചെയ്യൂ. കത്തി മൂർച്ചയുള്ളതാവാൻ ചാണക്കിടുക തന്നെ വേണം. ആരും അത് കത്തിക്ക് അപകടകരമാണെന്ന് പറഞ്ഞ് തള്ളുകയില്ല. ഭക്ഷണത്തിൽ നിന്നും ശരീരത്തിന് ശക്തി കിട്ടണമെങ്കിൽ ഭക്ഷണം നല്ല ഉറപ്പുള്ള പല്ലുകൾക്കിടയിൽ വെച്ചുകൊടുത്ത് നിഷ്കരുണം അരച്ചു പശയാക്കണം. ഒരാൾക്കും തന്നെ ഈ ക്രിയ ഭക്ഷണവസ്തുവിൽ അക്രമം കാണിക്കുകയാണെന്ന് വച്ച് ഉപേക്ഷിക്കാൻ കഴിയില്ല. സമരത്തിലേക്കോ സംഘട്ടനത്തിലേക്കോ അയഥാർത്ഥമായ വേദനയുടെ പീഡാനുഭവത്തിലേക്കോ തിരിച്ചുപോകുന്നതിനുവേണ്ടി വ്യക്തി ശരീരത്തിനോ രാഷ്ട്രീയത്തിനോ സാത്വികാഹാരം നൽകുന്നതിനായി അതാവശ്യമായി വന്നേക്കാം. ശരി, നാം വഴിമധ്യയാണിപ്പോൾ. ഒരു യാത്രയുടെ പകുതി വഴിയിൽ ഇവിടെ നിന്നുകൊണ്ട് സംസാരത്തിൽ മുഴുകുന്നത് ശരിയല്ല. നാം കർമ്മനിരതരാവുക. നാം നേരെ അതാരംഭിക്കണമെന്നത് അവശ്യകർത്തവ്യമാണ്. വരൂ, ഒന്നുകിൽ ഈ വില്ലിൽ ഞാൻ കെട്ടി അത് കുലയ്ക്കൂ, അല്ലെങ്കിൽ എന്നോട് ദ്വന്ദ്വയുദ്ധത്തിലേർപ്പെടൂ. ഇതായിരുന്നു പരശുരാമനിൽ നിന്നുള്ള ആഹ്വാനം. ഈ വെല്ലുവിളി കേട്ടപ്പോൾ ലക്ഷ്മണൻ ക്രോധം കൊണ്ട് പുകയുകയായിരുന്നു. ചുട്ട മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹം ഇടപെടാൻ ആരംഭിക്കുമ്പോഴേക്കും രാമൻ സഹോദരനെ സമാധാനപ്പെടുത്തി. രാമൻ പറഞ്ഞു, ഇത് നിന്നെ സംബന്ധിക്കുന്ന കാര്യമല്ല. എന്നോടാണ് ചോദ്യങ്ങൾ. ഞാൻ തന്നെ മറുപടി പറയണം. നീ ഞങ്ങളുടെ ഇടയിൽ ചാടി വീഴുന്നത് മര്യാദയല്ല. ഇത് കൈകാര്യം ചെയ്യാൻ എന്നെ അനുവദിക്കൂ. ജ്യേഷ്ഠന്റെ സ്നേഹപൂർവവും മൃദുലവുമായ ഉപദേശം ലക്ഷ്മണൻ ഉടനെ സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ വെല്ലുവിളി ലക്ഷ്മണൻ പരിഹസിച്ച് ചിരിക്കുകയും അവഹേളിക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ അമർഷം നിയന്ത്രിക്കുവാൻ ലക്ഷ്മണന് കഴിഞ്ഞില്ല. ലക്ഷ്മണൻ ആക്രോശിച്ചു, ഹേ ഭാർഗവ, ശിവധനുസ് ഖണ്ഡിച്ച രാമൻ, ഇതൊരു വെല്ലുവിളിയൊന്നുമല്ല. ഈ ചെറിയ വില്ലുകുലയെ അങ്ങെന്തിനാണ് രാമനെ വെല്ലുവിളിക്കുന്നത്? ഇതൊരു കുശപ്പുല്ലു മാത്രം. ഒരൊറ്റ നിമിഷത്തിൽ അയാത് പൊട്ടിച്ചെറിയുവാൻ എനിക്കു കഴിയും. ഈ നിസ്സാര ജോലിക്ക് രാമനെന്തിനാണ്? ഞാൻ പറഞ്ഞത് മാറ്റേണ്ട ആവശ്യം എനിക്കില്ല. ലക്ഷ്മണന്റെ വാക്കുകൾ കേട്ട് പരശുരാമൻ ക്രോധം വർദ്ധിച്ചു. പക്ഷേ രാമൻ കാര്യങ്ങൾ ശാന്തമായും സമാധാനമായും കൈകാര്യം ചെയ്തു. അദ്ദേഹം ലക്ഷ്മണന്റെ നേരെ മന്ദസ്മിതം തൂകി മൃദുഭാഷണത്താൽ അവനെ സമാധാനിപ്പിച്ചു. പരശുരാമൻ രോഷം കൂടുന്തോറും രാമൻ കൂടുതൽ ശാന്തതയും നിയന്ത്രണവും കാണിക്കുകയായിരുന്നു. പരശുരാമൻ ആത്മനിയന്ത്രണം തീരെയില്ലാതായി. അദ്ദേഹം നാവിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. നാവ് രൂക്ഷമായ വചനങ്ങൾ വമിക്കാൻ തുടങ്ങി. ഇത് ദശരഥന്റെ മനസ്സിൽ സംഭ്രമം ജനിപ്പിച്ചു. കോപാകുലമായ ഈ കടന്നാക്രമണത്തിൽ ദാസികളും ദാസന്മാരും സ്വയം ഒളിച്ചു. സൈന്യത്തിന്റെ ചതുരംഗങ്ങളും ഭയം കൊണ്ട് വിറച്ചു. പണ്ഡിതന്മാരും ഭയവിഹ്വലരായി. സീത ഈ രംഗം നേരമ്പോക്കായി നോക്കി നിന്നു. ദേവിക്ക് തെല്ലും ക്ലേശമുണ്ടായില്ല. ലേശം പോലും ഭയം അവരെ ബാധിച്ചില്ല. രാമനാകുന്ന സിംഹത്തിന്റെ മുമ്പിൽ പരശുരാമൻ മുടന്തൻ കുറുനരി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഊർമിളയുടെയും മാണ്ഡവിയുടെയും ചന്ദ്രക്കല ഉദകീർത്തിയുടെയും ഹൃദയത്തിൽ ധൈര്യവും ആശ്വാസവും വളർത്തി. രാമൻ ലക്ഷ്മണനെ ശാസിക്കുന്നത് കണ്ടപ്പോൾ ഭരതനും ശത്രുഘ്നനും അതിലിടപെടാൻ തോന്നിയില്ല. അല്ലെങ്കിൽ അവരും ഈ വഴിയിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ അനുവാദത്തിന് അപേക്ഷിക്കുകയോ അല്ലെങ്കിൽ വെല്ലുവിളി സ്വീകരിക്കുകയോ ചെയ്യുമാനായിരുന്നു. അവർ രാമന്റെ ആജ്ഞയും കാത്തകന്നു നിന്നു. വസിഷ്ഠൻ ഭൂതവും ഭാവിയും അറിയാവുന്നതുകൊണ്ട് ഈ സംഭവം ദിവ്യനാടകത്തിലെ ഒരു രംഗം മാത്രമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നിശബ്ദനും അക്ഷോഭ്യനുമായി സ്ഥിതി ചെയ്തു. ധീരനായ ശാന്തനായ രാമൻ അഗാധമായ പ്രശാന്തതയോടുകൂടി പറഞ്ഞു, പരശുരാമ, അങ്ങൊരു ബ്രാഹ്മണനാണ്. വർണ്ണവിഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് ക്ഷത്രിയന്മാർക്ക് ആരാധ്യനാകുന്നു. അങ്ങ് സർവ്വതാ ആരാധ്യനായ വിശ്വാമിത്രന്റെ ബന്ധുവുമാണ്. അത്രയും ഉത്കൃഷ്ടകുലജാതനായ ഒരു ബ്രാഹ്മണനെ വധിക്കുന്നത് ശരിയെന്നെനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല,
ഈ ദിവ്യായുധം അങ്ങയുടെ നേരെ പ്രയോഗിക്കുന്നതും ശരിയല്ല. അങ്ങുതന്നെ ഇപ്പോൾ പറഞ്ഞു, ഈ ആയുധം ദേവന്മാരുടേതാണ്. ഇതുവരെ ഇത് പ്രയോഗിക്കപ്പെട്ടപ്പോൾ ശത്രുവിനെയും നഗരത്തെയും കോട്ടയെയും നശിപ്പിച്ചിട്ടുണ്ട്. ആരുടെ ശക്തിയെയും അഹങ്കാരത്തെയും പരാജയപ്പെടുത്താനും കീഴടക്കാനും ഇതിനു കഴിയുമെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ അത് നിഷ്പ്രയോജനകരമായ നിലയിലിരിക്കുന്നത് വലിയ നഷ്ടമല്ലേ? അതുകൊണ്ട് രണ്ടിലൊന്ന് സ്വീകരിച്ചു പറയൂ. അങ്ങയുടെ പാദങ്ങൾ ചലിക്കാനാവാത്ത നിലയിലാക്കാൻ ഞാൻ അത് പ്രയോഗിക്കട്ടെയോ? അല്ലെങ്കിൽ അങ്ങ് തപസ്സുകൊണ്ട് നേടിയ പരലോകത്തിലേക്കുള്ള പ്രവേശനത്തിൽ നിന്നും അങ്ങയെ തടയട്ടെയോ? ഈ വാക്കുകൾ കേട്ട് പരശുരാമൻ പൂർവാധികം ക്രുദ്ധനായി. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുവന്നു. നീ എന്താണ് ജൽപ്പിക്കുന്നത് എന്നു പറഞ്ഞുകൊണ്ട് രാമന്റെ നേരെ പാഞ്ഞു. രാമൻ പരശുരാമന്റെ ചുമലിൽ തൂക്കിയിരുന്ന വൈഷ്ണവജാപം പരിഹാസപൂർണമായ ഒരു ചിരിയോടുകൂടി പിടിച്ചു. ഇത് പരശുരാമന്റെ അന്തസ്സിനെ സ്പർശിച്ചു. ആ ആയുധം രാമന്റെ കൈയിലെത്തിയതുകൂടി പരശുരാമൻ നിർവീര്യനായി. അദ്ദേഹത്തിന്റെ എല്ലാ ഓജസ്സും ശക്തിയും നഷ്ടപ്പെട്ടു. ദുർനിരീക്ഷ്യമായ വിധം രാമൻ ഉജ്ജ്വല തേജസ്സായി പ്രശോഭിച്ചു. ചുറ്റുമുള്ള പ്രകാശത്തെ മുഴുവൻ കേന്ദ്രീകൃതമാക്കി. ഒരേ സ്ഥലത്ത് എണ്ണമറ്റ ദീപങ്ങൾ കൊളുത്തിവെച്ചപോലെ അദ്ദേഹം അവിടെ സ്ഥിതി ചെയ്തു. ആ വില്ലിന്റെ യഥാർത്ഥ യജമാനൻ നാരായണൻ തന്നെ. അത് കൈയിലെടുത്തപ്പോൾ അതിന്റെ കാന്തിയും വർദ്ധിച്ചു. വില്ലിന് വിജയാപാദത്തിന്റെ പരിവേഷം കാണപ്പെട്ടു. അതിൽ നിന്നും മിന്നൽപ്പിണരുകൾ പുറപ്പെട്ടു. ദേവന്മാർ ആകാശത്തിൽ ഒന്നിച്ചുകൂടി വില്ലും പിടിച്ചു നിൽക്കുന്ന രാമന്റെ മേൽ പുഷ്പവൃഷ്ടി ചെയ്തു. സംഗീതത്തിന്റെ ശുഭസ്വരം ആകാശത്തിൽ നിന്നും കേൾക്കുമാറായി. അപ്പോൾ പരശുരാമൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാമാ, എന്താണ് സംഭവിച്ചതെന്ന് കണ്ടോ? രാമന്റെ ദിവ്യതേജസ് ദർശിച്ചതുകൊണ്ടുള്ള ആനന്ദം ഞാൻ അനുഭവിച്ചിരിക്കുന്നു. എനിക്ക് ദിവ്യദർശനം ലഭിച്ചിരിക്കുന്നു. മുമ്പ് ഞാൻ ഈ ഭൂമി കാശ്യപൻ ദാനം ചെയ്തു. അത് സ്വീകരിച്ചുകൊണ്ട് കാശ്യപൻ ഞാനിനി അദ്ദേഹത്തിന്റെ അധീനതയിലായി കഴിഞ്ഞ പ്രദേശത്ത് കടക്കരുതെന്നു, അഥവാ കടക്കേണ്ടി വന്നാൽ തന്നെ ഒരു രാത്രി അവിടെ തങ്ങരുതെന്നും എനിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതാ നേരം ഇരുട്ടിത്തുടങ്ങി. എനിക്കിനി ഇവിടെ നിന്നുകൂടാ. ക്ഷണത്തിൽ മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോകണം. അതുലമായ തപശക്തികൊണ്ട് ഞാൻ ഉന്നതമായ സ്വർഗീയ തലങ്ങൾ നേടിയിട്ടുണ്ട്. വില്ലു പൊട്ടിക്കൂ. അതോടുകൂടി ഞാൻ നേടിയ സർവ്വശക്തികളും ഭേദിക്കൂ. ഹേ രാമ, നോക്കൂ, ഇതു കണ്ടോളൂ, ഞാൻ സമ്പാദിച്ച സർവ്വശക്തികളും ഞാനിതാ അങ്ങേക്ക് മടക്കിത്തരുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്തെത്തി രാമനെ ആശ്ലേഷിച്ചു. രണ്ടു കൈകൊണ്ടും ശരീരം മുറുകെ പിടിച്ചു. ആ സമയത്ത് അതുവരെ അദ്ദേഹത്തിൽ നിലനിന്നിരുന്ന ദിവ്യമായ ത്രിമൂർത്തി പ്രഭാവം അദ്ദേഹത്തിൽ നിന്നും ബഹിർഗമിച്ച് രാമനിൽ ലയിച്ചു. അനന്തരം പരശുരാമൻ രാമനോടു പറഞ്ഞു, രാമാ, ഈശ്വരന്റെ രഹസ്യങ്ങൾ ലോകത്തിന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയില്ല. വൈരാഗ്യത്തിൽ കൂടിയും ത്യാഗത്തിൽ കൂടിയും തപാനുഷ്ഠാനങ്ങളിൽ കൂടിയും ധാരാളം ശക്തി സമ്പാദിച്ചിട്ടുള്ള അസ്മാദൃശന്മാർ പോലും വിഷ്ണുവിന്റെ ദിവ്യമായ ഉപായപ്രയോഗ വൈദഗ്ധ്യത്തിന്റെ സ്വാധീനതയെ അവഗണിച്ച് തങ്ങളുടെ ആധ്യാത്മിക നേട്ടങ്ങളെ മാത്രം വിശ്വാസപൂർവ്വം ആശ്രയിക്കുന്നു. ഞാൻ അതുകൊണ്ട് അവിടുത്തെ യാഥാർത്ഥ്യത്തെയും അകൃത്രിമമായ ശക്തിയെയും ലോകത്തെ അറിയിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. ഒരർത്ഥമെന്ന നിലയിൽ ഞാൻ എന്റെ ശക്തികളെല്ലാം അങ്ങേക്ക് നൽകി. ഈ പ്രപഞ്ചനാടകത്തിന്റെ സൂത്രധാരനും അതുലമായ ശക്തിയുടെ ഉറവിടവുമായ മഹാവിഷ്ണുവാണ് അങ്ങെന്ന് ഞാൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. അങ്ങൊന്നില്ലാത്തൊന്നുമില്ല, അങ്ങല്ലാത്തൊന്നുമില്ല. എല്ലാം അങ്ങുതന്നെ. എല്ലാം അങ്ങുടേതും. അങ്ങയുടെ ദിവ്യധനുസ്.
പ്രയോഗിക്കാൻ കുറേ കാലത്തേക്ക് എനിക്കു ഭാഗ്യമുണ്ടായി. അതിന്റെ ഫലമായി ഞാൻ ലോകത്തിൽ നിന്ന് ബഹുമതിയും നേടി. അതാണ് ഞാൻ നേടിയ ഗുണം. ഇതാണെന്റെ അർപ്പണം. ഇതു പറഞ്ഞ് പരശുരാമൻ അപ്രത്യക്ഷനായി. രാമൻ അനാകുലവും മന്ദസ്മിതസുന്ദരവുമായ മുഖഭാവത്തോടുകൂടി വില്ലും അസ്ത്രങ്ങളും വരുണനു കൊടുത്തു. തനിക്കടുത്തുനിന്നിരുന്ന വസിഷ്ഠന്റെയും ദശരഥന്റെയും മുമ്പിൽ അദ്ദേഹം പ്രണമിച്ചു. ഈ മായാരൂപത്തിൽ നിന്നും എന്താണ് തന്റെ പുത്രൻ സംഭവിക്കുക, എന്താപത്താണ് അവനുണ്ടാവുക എന്ന് ചിന്തിച്ച് ഇത്രയും നേരം ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ദശരഥൻ. ഇപ്പോൾ അദ്ദേഹം ഉത്കണ്ഠയിൽ നിന്നും വിമുക്തനായി. അദ്ദേഹം രാമനെ പിടിച്ചെടുപ്പിച്ചു. പലവിധവും ഓമനിച്ച് താടിയിൽ പിടിച്ച് രാമന്റെ മുഖമുയർത്തി. തന്റെ വികാരങ്ങൾ വാക്കുകളിൽ പ്രകാശിപ്പിക്കുവാൻ പ്രയാസപ്പെട്ടുകൊണ്ടു പറഞ്ഞു, പ്രിയപ്പെട്ട മകനേ, ഞാൻ തീർച്ചയായും ഭാഗ്യവാനാണ്. എനിക്ക് നിന്നെ വീണ്ടും കാണാൻ കഴിയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു. നിന്റെ ധീരതയും വീര്യവും സങ്കൽപ്പത്തിന് അതീതമാണ്. ഇങ്ങനെ അദ്ദേഹം രാമനെ വളരെയേറെ പുകഴ്ത്തി. അദ്ദേഹത്തിന്റെ പരാക്രമങ്ങളെ പല വഴിയിലും വിലമതിച്ചു. രാമൻ പറഞ്ഞു, ധർമ്മം ജയിക്കണം. വിജയം ധർമ്മനിഷ്ഠയുടെ അനിവാര്യമായ കൂട്ടപ്പിറപ്പാണ്. സമരത്തിന്റെ ആദ്യദശയിൽ അതിശക്തമെന്നു തോന്നുന്ന തടസ്സങ്ങളും അല്പം ഭയവും അത് സൃഷ്ടിച്ചേക്കാം. അവ മനസ്സിനെ ദുർബലമാക്കിയെന്നും വരും. അതു പരാജയത്തിന്റെയും നാശത്തിന്റെയും സംശയങ്ങൾ ഉയർത്തിയെന്നും വരാം. പക്ഷേ അതിനു വഴങ്ങുകയോ ചെയ്യാതെ ലക്ഷ്യത്തിലേക്കുതന്നെ ശ്രദ്ധയർപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. വീഴ്ചയും ബാധിക്കുകയില്ല. മനുഷ്യർ ധാർമ്മിക ശക്തിയുടെ സത്തയിലേക്കു ആഴത്തിൽ നോക്കാറില്ല. പുറമേ കാണുന്ന തടസ്സങ്ങളും അസ്വസ്ഥതകളും അവരെ അടിമപ്പെടുത്തുകയുന്നു. അതുകൊണ്ട് അവർ ആ വഴി ഉപേക്ഷിച്ച് ദുരിതം അനുഭവിക്കുന്നു. ഇപ്പോൾ സംഭവിച്ചതെല്ലാം നന്മക്കുവേണ്ടിയാണ്. ഇതെല്ലാം അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഇതു പറഞ്ഞുകൊണ്ട് രാമൻ പിതൃപാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ പറഞ്ഞു, അയോധ്യയിലേക്ക് യാത്ര തുടരാനായി സൈന്യം അങ്ങയുടെ കൽപ്പനയും കാത്തിരിക്കുകയാണ്. സദയം അവർക്ക് കൽപ്പന.